നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. എൻ്റെ മുഖത്ത് നിങ്ങൾക്കത് കാണാമല്ല. കൂറപ്പടമാണെങ്കിൽ ഞാൻ കൂറപ്പടം എന്ന് പറയും. പക്ഷേ ക്വാളിറ്റി ഉണ്ട്, ത്രില്ലറാണ്. നമുക്ക് മലയാള സിനിമയിലുണ്ട ഒരു കിടില ഹിറ്റാണ് ദൃശ്യം. അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് കേട്ടോ. എന്നാൽ ഇതിലൊരു സംഭവം നടക്കുന്നത് ആ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റൊക്കെ വെച്ചാൽ, പക്ഷേ സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു യൂഷ്വൽ ക്രൈം ആണെന്ന് തോന്നും. പക്ഷേ സിനിമയ്ക്കൊത്തുള്ളൊരു ഡയലോഗാണ്, ഇതൊരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. സത്യം അതാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇതിൽ സിദ്ദിഖ് അവതരിപ്പിക്കുന്നൊരു കഥാപാത്രമുണ്ട്. പുള്ളിയിലോട്ട് എത്തണ ഒരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങൾ ഇരുന്ന് റിവീൽ ചെയ്യും. അതാണ് സിനിമയുടെ ഒരു ക്രൂഷ്യൽ പോയിൻ്റ്. ഇതിലെ നടൻ ഇതിനു മുമ്പ് 2 സിനിമ ചെയ്തിട്ടുണ്ട്, മൈക്കും കൽബും. കൽബ് ഞാൻ കണ്ടിട്ടില്ല. ഇതിലും പുള്ളി വലിയ പെർഫോമൻസ് ഒന്നുമല്ല, പുള്ളി ഫിസിക്കലൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സ്പ്രഷനൊക്കെ വരുന്ന കുറവാണ്. പക്ഷെ പടം മൊത്തത്തിൽ ഇതിൻ്റെ ഡയറക്ടറായാലും നമുക്കൊരു ക്വാളിറ്റി പടമാണ്. അതായത് BGM അതിലവർ ഉപയോഗിച്ചിരിക്കുന്ന, അതായത് നമ്മൾ ഈ ക്രൈം ത്രില്ലർ നമ്മൾ ഇരുന്നിങ്ങനെ നൂലിഴ കയറി പരിശോധിക്കും എവിടെയൊക്കെയാണ് ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ. അതിലവരൊരു സിനിമാപരമായിട്ട് നോക്കണമെങ്കിൽ ഒരു 80% പഴുതടച്ച മേക്കിങ്ങാണ്. കാരണം ഒരു ക്രൈം സംഭവിക്കുന്നുണ്ട്, ഒരു ആക്സിഡൻ്റാണ്, ഒരു IT കമ്പനി നടക്കുന്ന ആക്സിഡൻറ്റ്, അതൊരു ക്രൈമാണ്, കൊലപാതകമാണ്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ആര് ചെയ്തു എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിലോട്ട് എത്തുന്ന കുറേ സംഭവമാണ്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. 1% പോലും എനിക്ക് ബോറടിച്ചില്ല. ഞാൻ നല്ല രസകരമായിട്ട് കണ്ട് തീർത്തു. അതിലുള്ള ബാക്ക് സ്റ്റോറിയൊക്കെ കൊള്ളാം, എങ്ങനെയാണ് ഈ ക്രൈമിലോട്ട് എത്തുന്നതെന്നൊക്കെ. സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ടിനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ സിനിമയാണ്. നിങ്ങൾ ട്രെയിലർ മാത്രം കണ്ടുവന്നിട്ട് ഈ സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ആ ഒരു രീതിയിൽ എൻഗേജിങ് തരുന്നുണ്ട് പടം. അതുമല്ല, നമ്മൾ വേറെ കുറേ സിനിമകളുടെ ഇൻസ്പിറേഷനൊക്കെ ഉണ്ട്. എന്നൊന്ന് ദൃശ്യം വന്നതിന് ശേഷമാണ് അങ്ങനത്തെ കുറേ സാധനം വരണം. അതായത് അതിൽ ചില ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അതിലൊരു ഇൻസ്പിറേഷൻ ഇതിലും കാണാം നമുക്ക്. പക്ഷേ കൊള്ളാം, പടം കൊള്ളാം. എന്താ പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്ലോട്ടിനെ വെച്ചിട്ട് അവരതിനെ മാക്സിമം ഇതിൽ പറയുന്നൊരു തീമുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IT കമ്പനി ഉൾപ്പെടെ പലതിലും വർക്ക് ചെയ്യുന്ന പലരും പേടിക്കേണ്ട ഒരു കാര്യം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ കുറേ കാര്യം കാണിക്കുന്നുണ്ട്, അതിൻ്റെ വേറൊരു വശം സെക്കൻഡ് ഹാഫിൽ കാണിക്കും. അതാണ് സിനിമയെ രസകരമാക്കിയിരിക്കുന്നത്. കൊള്ളാം. ബാക്കി കുറേ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചാന്ദിനിയൊക്കെ ഉണ്ട്, നമ്മുടെ തമാശയിലൊക്കെ അഭിനയിച്ച വേറെ ഒരുപാട് കാസ്റ്റുണ്ട്. അവരൊക്കെ കൊള്ളാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നായകൻ ഭയങ്കര പെർഫോമൻസ് ഒന്നുമല്ല, എന്നാലും പുള്ളിയുടെ ആ ഒരു ഫിസിക്കലും ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ട് പടം ഞാൻ പറഞ്ഞില്ല, സബ്ജക്റ്റാണ് മെയിൻ. സബ്ജക്റ്റും എക്സിക്യൂഷനും സംവിധാനവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരിക്കലും നിരാശയല്ല. എനിക്ക് ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു ചെറിയ സിനിമ കണ്ടിട്ട് അത്രയും ഒരു തൃപ്തി തോന്നിയിട്ടില്ല. എന്നെ വളരെയധികം തൃപ്തിപ്പെടുത്തിയൊരു സിനിമയാണ്. ക്രൈം ത്രില്ലർ ജനറൽ നല്ല രീതിയിൽ ത്രില്ലിങ് തരും. നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ് ലാഗ്. അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് പറയാനേ തോന്നില്ല. 2 മണിക്കൂറിൽ പെട്ടെന്ന് പടം തീരും. നല്ല രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്.